വേദിയിലും സദസ്സിലിരിക്കുന്ന ബഹുമാന്യരെ, സാഹിത്യാസ്വാദകരെ, സുഹൃത്തുക്കളെ, ഈ വൈകിയ വേളയിൽ ഒരു ദീർഘമായ പ്രസംഗത്തിന് പ്രസക്തിയില്ല. എന്നെ ഇതിന് ക്ഷണിച്ചതിന് ഞാൻ ആദ്യം നന്ദി പറയുകയാണ്. സത്യത്തിൽ ഞാൻ വഖഫ് അബ്ദുൽ ഖാദറിൻ്റെ പുസ്തകങ്ങൾ മുമ്പ് വായിച്ചിട്ടില്ലായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്. അവസാന കാലത്ത് അദ്ദേഹം തൂലിക എന്ന് പറയുന്ന ഒരു മാഗസിൻ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നതായി ഞാനന്ന് കേട്ടിട്ടുണ്ട്. 70-കളുടെ ആദ്യമാണ്, ഞാനന്ന് വിദ്യാർത്ഥിയാണ്. പക്ഷെ അതിൻ്റെ കോപ്പി എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വഖഫ് അബ്ദുൽ ഖാദർ എന്ന പേരെനിക്ക് നല്ല പരിചിതമായിരുന്നു. പിന്നീട് വളരെ യാദൃച്ഛികമായി അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ മകനുമായി ഒന്നിച്ച് ജോലി ചെയ്യാൻ അവസരമുണ്ടായി, ഹിഷാമുമായി. ഹിഷാമും ആൽഫയും ഒക്കെ അന്ന് നേരത്തെ പറഞ്ഞതുപോലെ മലപ്പുറം ഗവൺമെൻറ് കോളേജിലാണ്, ഞാനും അവിടെയാണ്. ഇവരെക്കാളുടെ കൽപ്പസീനറായ ആൾ എന്ന് വിചാരിച്ചുള്ളൂ. ഹിഷാം എന്നോടൊപ്പമാണ് താമസിച്ചത്. ഒരു വീട്ടിൽ, മലബാറിലെ മനോഹരമായ ഒരു ഇരുനില വീട്ടിൽ ഞാൻ അദ്ദേഹമായിട്ട് 2.5 വർഷക്കാലം താമസിച്ചു. ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമായിരുന്നു ഹിഷാമുമായിട്ട് എനിക്കുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം, അദ്ദേഹത്തിൻ്റെ വായനാ രീതി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നുമാണ് ഞാൻ വഖഫ് അബ്ദുൽ ഖാദറിൻ്റെ ചില പുസ്തകങ്ങൾ, അത് എഴുതിയ പുസ്തകങ്ങളല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ പലതും വായിച്ചു. അദ്ദേഹം എന്നും വെക്കേഷനിൽ പോയിട്ട് വരുമ്പോൾ പുസ്തകം കൊണ്ടുവരും. അതിൽ ഒരു പുസ്തകം ഇപ്പോൾ എൻ്റെ വെച്ചുണ്ട്, തിരിച്ചു കൊടുത്തില്ല. അത് സാർത്തിൻ്റെ എക്സിസ്റ്റൻസം ആൻഡ് ഹ്യൂമനിസം എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്, ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം മറ്റേതെങ്കിലും ഒരു വലിയ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു പ്രബന്ധമായിരിക്കാം. എന്തായാലും വളരെ അധികം ഞാൻ ഇഷ്ടപ്പെട്ടത്, ഞാനത് വായിച്ചു. നിരവധി പുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു. അപ്പം ഞാൻ ഓർക്കുകയായിരുന്നു, ഈ വഖഫ് അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആള് 1940-കളിലും 50-കളുടെ ആദ്യ കാലങ്ങളിലൊക്കെ എഴുതിയിരുന്ന അദ്ദേഹം ലോക സാഹിത്യവുമായിട്ട് ഇത്രമേൽ അഗാധമായ ബന്ധം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. പിന്നീടാണ് അറിയുന്നത് അദ്ദേഹം ഒരു SLC-കാരനാണ്. SLC-ക്ക് അപ്പുറം പോയിട്ടില്ല. പക്ഷേ അത്ഭുത മനുഷ്യനായിരുന്നു അദ്ദേഹം. സംസ്കൃതം പഠിച്ചു, ഇംഗ്ലീഷ് പഠിച്ചു, തമിഴ് പഠിച്ചു, ലോകത്തെ വിവിധങ്ങളായ ഭാഷകൾ അദ്ദേഹം പഠിച്ചു. അന്നത്തെ തിരുവിതാംകൂറിലാണ്, ഓർത്തു നോക്കണം. ഇന്നത്തെ പോലെ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. പക്ഷേ അദ്ദേഹം അതെല്ലാം സാധിച്ചു. ലോക സാഹിത്യവുമായി അദ്ദേഹം ബന്ധപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഏത് കൃതി ലേഖനം വായിക്കുമ്പോഴും ഒരു പടിഞ്ഞാറൻ എഴുത്തുകാരൻ വരും, പടിഞ്ഞാറുള്ള എഴുത്തുകാരൻ വരും. അത് ഈ തൂലികാ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോഴും എനിക്ക് കാണാൻ കഴിയും. അദ്ദേഹം കേസരി ബാലകൃഷ്ണപിള്ളയുടെ ഒരു ആത്മീയ പുത്രനായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ സ്വീകരിച്ച ആളാണ്. എന്നാൽ കേസരി ബാലകൃഷ്ണപിള്ളയിൽ അദ്ദേഹം വ്യത്യസ്തനുമായിരുന്നു. അദ്ദേഹത്തെ കൂടുതൽ ആകർഷിച്ചത് മതം, മിസ്റ്റിസിസം, സഹജാതിബോധം തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു കാഴ്ചപ്പാടിലാണ് അദ്ദേഹം ജീവിതത്തെ കണ്ടത്. അല്ലാതെ സാധാരണ അർത്ഥത്തിൽ പറയുന്ന ഒരു റിബലായിട്ടല്ല. അദ്ദേഹം മിസ്റ്റിസിസം വിശ്വസിച്ചു, സഹജാവബോധം, ഇൻഡ്യൂഷൻ, ഇങ്ങനെയുള്ള ആധ്യാത്മികമായ ഒരു വശത്ത് നിന്നുകൊണ്ട് ഈ ലോകത്തെ കാണുകയും സാഹിത്യത്തെ വിലയിരുത്തുകയും ചെയ്ത ചിന്തകനാണ്. രാജശേഖരൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ കറകളഞ്ഞ ഭാഷ പറഞ്ഞിരിക്കുകയാണ്. അത്രയും മനോഹരമായ ഭാഷ ഞാൻ വേറെ കണ്ടിട്ടുള്ളത് ഒരുപക്ഷെ CJ തോമസിൽ മാത്രമാണ്. ഇന്നലെ എഴുതിയതാണോ എന്ന് തോന്നുന്ന തരത്തിൽ ഇന്നും പുതുമയുള്ള ലേഖനങ്ങളാണ് ഇവർ രണ്ടുപേരും എഴുതിയിട്ടുള്ളത്. CJയും അതുപോലെ തന്നെ വഖഫ് അബ്ദുൽ ഖാദർ. അദ്ദേഹത്തിൻ്റെ ഭാഷ വളരെ കാവ്യാത്മകമാണ്, തത്വചിന്തപരമാണ്, ആഴത്തിൽ പോകുന്നതാണ്, എന്നാൽ അതീവ ലളിതവുമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത. അദ്ദേഹം ഈ പൂർവ്വ ചിത്രങ്ങളിൽ അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ കൊമ്പന്മാരെ എഴുത്തുകാരെയാണ്.
വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട എഴുത്തുകാരനായിരുന്നു അബ്ദുൽ ഖാദറിന്. ബഷീറിൻ്റെ നെറ്റിയും അദ്ദേഹത്തിൻ്റെ മുഖവുമൊക്കെ ചിത്രീകരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സാഹിത്യ ജീവിതത്തിലേക്ക് അദ്ദേഹം അനായാസം കടന്നിടുകയാണ്. വളരെ മനോഹരമായൊരു ഒരു ലേഖനമാണത്. അതുപോലെ ചങ്ങമ്പുഴ, അതുപോലെ കേസരി ബാലകൃഷ്ണപിള്ള, ഇവരെക്കുറിച്ചൊക്കെ അദ്ദേഹം നേരിട്ട് അറിഞ്ഞ, കേസരിയെക്കുറിച്ച് എഴുതുമ്പോൾ കേസരി ജീവിച്ചിരിപ്പുണ്ട്. ഈ ദേവും തകഴിയും ഒക്കെ അന്ന് ജീവിച്ചിരിക്കുകയാണ്, മുണ്ടശ്ശേരിയും ഒക്കെ അന്ന് ജീവിച്ചിരിക്കുകയാണ്. അപ്പം അവരെക്കുറിച്ചാണ് എഴുതുന്നത്. അതിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ അദ്ദേഹം ആക്രമിക്കുന്നുണ്ട്. തൻ്റെ നിലപാടിൽ നിന്നുകൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്ന ചിന്തകനെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഈ തൂലികാ ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായി കുറെ കാര്യങ്ങൾ പറയുകയും പുസ്തകത്തിൻ്റെ പേര് പറയുകയും ചെയ്യുന്ന ഒരു അലസലേഖനങ്ങളല്ല. അത് വളരെ ആഴത്തിൽ പേരുന്നതാണ്. ഒന്നാം തരം സാഹിത്യ വിമർശനം ഈ തൂലികാ ചിത്രങ്ങൾ കാണാം. അതിന് പിന്നെ വേറെ മാർഗങ്ങളൊന്നുമില്ല. അദ്ദേഹം മറ്റു പലരും വായിച്ചു കാണും, എജുകാരനിലേക്ക് വായിച്ചു കാണും. പക്ഷെ താൻ ഒരു തൂലികാചിത്രം എഴുതുമ്പോൾ തൻ്റേതായ രീതിയിൽ അദ്ദേഹം മലയാളത്തിലെ എഴുത്തുകാരെ അദ്ദേഹം അവതരിപ്പിക്കുന്നു. കുറ്റിപ്പുഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കുറ്റിപ്പുഴ വിമർശിക്കുകയാണ്. കുറ്റിപ്പുഴയുടെ യുക്തിബോധത്തെ അംഗീകരിക്കുവാൻ സഹജാവബോധത്തിൽ നിശ്ചിതത്തിൽ വിശ്വസിക്കുന്ന അബ്ദുൽ ഖാദർ കഴിഞ്ഞില്ല. കുറ്റിപ്പുഴയുടെ യുക്തിബോധവും അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതിയിലുള്ള സങ്കല്പവും അംഗീകരിക്കുക അതിന് കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ കുറ്റിപ്പുഴ 2 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ, പക്ഷെ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിച്ചു. അങ്ങനെ മനോഹരമായ വിയോജിപ്പുകൾ ഈ പുസ്തകങ്ങളിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ കുട്ടികൾ ഇത് വായിക്കണമെന്ന് ഞാൻ പറയുന്നത്. കാരണം ഇത് മഹത്തായ സാഹിത്യമാണിത്. ഇതൊരു മഹത്തായ സാഹിത്യമാണ്. കാരണം വളരെ ലളിതമായി എന്നാൽ ആഴങ്ങളിലേക്ക് പോകുന്ന ഒരു എഴുത്താണ് ഇവിടെ നാം ഈ തൂലികാ ചിത്രങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അതിന് പിന്നിൽ ആത്മാർത്ഥതയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു സത്യസന്ധതയുണ്ട്. ഒരാളെ അങ്ങ് പ്രശംസിക്കണമെന്ന് അദ്ദേഹം വിചാരിക്കുന്നില്ല. അദ്ദേഹം ഒരു സാഹിത്യ തമ്പുരാൻ്റെ വീട്ടിൽ പോയിട്ടില്ല, ഒരു സാഹിത്യ തമ്പുരാനെ അദ്ദേഹം അന്ന് ബഹുമാനിച്ചില്ല. എഴുത്തുകാരെ ഉൾക്കൊണ്ടു എന്നുള്ളതല്ലാതെ അധികാര കേന്ദ്രങ്ങളുടെ മുമ്പിൽ അദ്ദേഹം തൻ്റെ സ്വാതന്ത്ര്യം അടിയറ വെച്ചിട്ടില്ല. അദ്ദേഹം സ്വതന്ത്രനായിട്ട് നിന്നു. അങ്ങനെ ധീരനായ ഒരു ചിന്തകനെയാണ് നമുക്കിവിടെ ഈ പുസ്തകത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മീയ ഗുരു ഒരു പക്ഷേ കേസരിയാകാം, കേസരി തന്നെയാണ്, പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കേസരിയിൽ നിന്ന് അദ്ദേഹം സൂക്ഷിച്ചു നോക്കുമ്പോൾ കേസരിയിൽ നിന്ന് അകന്നു നിൽക്കുന്നു. ഒരു ആത്മീയമായ ലോകത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഈ ജീവിതത്തെയും കലാസൃഷ്ടിയെയും അദ്ദേഹം വിലയിരുത്തുകയാണ്. അപ്പം അങ്ങനെയുള്ള വലിയ ഒരു ചിന്തകനാണ് വാസ്തവത്തിൽ വക്കം അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ആൾ. നമ്മൾ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം പ്രകാശിക്കുന്ന വേളയിൽ അദ്ദേഹത്തെ പ്രശംസിക്കുന്ന ഒരു ഔപചാരിക സഭ ഞാൻ പറയുകയല്ല. നിങ്ങൾ ആ ഒരു ഘണി വായിക്കുമ്പോൾ അറിയാൻ പറ്റും മലയാള ഭാഷയുടെ മനോഹാരിത, അതിൻ്റെ ഗാംഭീര്യം. ഇതൊക്കെ 1-2 വാക്യങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെയുള്ള മലയാളം അന്ന് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ കേസരിയുടെ തന്നെ ശൈലിയും അത്ര ലളിതമായിരുന്നില്ലല്ലോ. പക്ഷെ ഇത് വളരെ കാവ്യാത്മകമായ ശൈലിയാണ്. അദ്ദേഹം പറഞ്ഞു, രാജശേഖരനോട് പറഞ്ഞു, അത് ഒരു നിരൂപകൻ എഴുതുന്ന നിരൂപണത്തിൽ സൗന്ദര്യാത്മകത ഇല്ലെങ്കിൽ അയാൾ നിരൂപകനല്ല എന്ന് പറഞ്ഞു. ഒരാളുടെ നിരൂപണത്തിൽ സർഗാത്മക അംശം അല്ലെങ്കിൽ സൗന്ദര്യാത്മകം ഇല്ലെങ്കിൽ അയാൾ നിരൂപകനല്ല എന്ന് പറഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ ആധുനിക നിരൂപന്മാരും പറഞ്ഞത്. അപ്പോൾ ആധുനിക നിരൂപണത്തിൽ ആധുനികതയുടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വേരുകൾ തേടി പോകുമ്പോൾ നാം സി.ജെയിൽ എത്തിച്ചേരാറുണ്ട്. സി.ജെ. തോമസിൻ്റെ അനുസരണകേടാണ് ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറഞ്ഞ സി.ജെ. തോമസിൻ്റെ അഭിപ്രായം എത്തിച്ചേരുന്നുണ്ട്. പക്ഷേ അപ്പോഴും വക്കം അബ്ദുൽ ഖാദറിനൊക്കെ നാം കാണുന്നില്ല. എന്ന് മാത്രമല്ല, വക്കം അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സുകുമാർ അഴീക്കോട്, അതുപോലെ എസ്. ഗുപ്തൻ നായർ, എം. കൃഷ്ണൻ നായർ, ഇവരുടെയൊക്കെ തൊട്ട് മുമ്പ് വന്ന ഒരു നിരൂപകനാണ്. അഴീക്കോട് എനിക്ക് പറഞ്ഞു, ഞങ്ങളെയൊക്കെ പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് തിരിച്ചു വിട്ട ഒരാൾ വക്കം അബ്ദുൽ ഖാദറാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 40 ആയിരിക്കണം. ഞങ്ങളെയൊക്കെ പാശ്ചാത്യ സാഹിത്യത്തിലേക്ക് കടത്തി കണ്ടുപോയ ഇതിലൊരാൾ വക്കം അബ്ദുൽ ഖാദറാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ വലിയൊരു തലമുറയുടെ ഗുരുനാഥനായിട്ട് നിന്ന ആളാണ്. അദ്ദേഹത്തെ മലയാളം കണ്ടിട്ടില്ല, മലയാള വിമർശനം അദ്ദേഹത്തെ ശരിക്കും വിലയിരുത്തിയിട്ടില്ല. മലയാള വിമർശനം അദ്ദേഹത്തെക്കുറിച്ചുള്ള നിരീക്ഷണം ഉണ്ടായിട്ടില്ല.
അതിന് കാരണം എനിക്ക് തോന്നുന്നു പുസ്തകങ്ങളില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പുറത്തു വരണം, അത് എഴുതി എന്താണെന്ന് അറിയണം. അതിന് കഴിവുള്ള ആളുകൾ ഇതിന് പിന്നിലുണ്ടെന്ന് എനിക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠ സഹോദരൻ ഉണ്ട്, അതുപോലെ തന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് ആൽഫയുണ്ട്, അതുപോലെ മറ്റു പല ആളുകൾ ഇതിന് പിന്നിലുണ്ട്. എനിക്ക് ഈ കുടുംബവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. വക്കാം അബ്ദുൽ ഖാദറിൻ്റെ ഏറ്റവും വലിയ അനുജൻ ഇക്ബാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തായിരുന്നു. വർക്കലയിൽ താമസിക്കുമ്പോൾ എൻ്റെ വീടിനടുത്താണ് താമസിച്ചിരുന്നത്. 4-5 വർഷക്കാലത്ത് അദ്ദേഹവുമായിട്ട് വളരെ സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹം മുഖാന്തരം ഈ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടു അക്ബർ സാറും അതുപോലെ അബ്ദുൽ സാറും ഒക്കെ ഞാൻ പരിചയപ്പെട്ടു. ഇതൊക്കെ എൻ്റെ ബുദ്ധിപരമായ ജീവിതത്തിൽ എനിക്ക് പ്രയോജനം നൽകിയ ചില നിമിഷങ്ങളാണ്. പ്രത്യേകിച്ചും ഇക്ബാൽ സാറുമായിട്ട് വളരെ മണിക്കൂറുകൾ നീണ്ട ചർച്ചകൾ വർക്കലയിലെ ആ ശിവഗിരി കുന്നിൻ്റെ അടുത്തുള്ള ആ കാറ്റാടി കുന്നിലും ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിമിഷങ്ങളാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ മറ്റു പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ വിചാരവേദിയും ജയും ഭാഷാ കവിതയും തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ ഒന്നൊന്നായി അല്ലെങ്കിൽ ഒരു ഓളിയുമായി 1-2 ഓളിയുമായി പുറത്തു കൊണ്ടുവരണം. അതിന് ഉള്ള കഴിവുണ്ട്, അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പ്രസ്ഥാനം അതിനു വേണ്ടി ശ്രമിക്കണം എന്ന് മാത്രം വളരെ വിനീതമായി ഒരു വായനക്കാരൻ നിലയിൽ, സാഹിത്യത്തെയും കലയെയും സ്നേഹിക്കുന്ന, നിരൂപണത്തെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ഇതിൻ്റെ ഭാരവാക്കുകളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം.